ഹായ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥ കണ്ടിട്ട് ചികിത്സിച്ചിട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതുവരെയുള്ള എൻ്റെ ചികിത്സയും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടെടുത്ത ചെറിയൊരു വീഡിയോ ആണിത്. ആദ്യമായിട്ട് എൻ്റെ ചികിത്സ ഉണ്ടായത് നമ്മുടെ മണിപ്പാട് ഹോസ്പിറ്റലിലാണ്. മംഗലാപുരം തന്നെ മണിപ്പാട് ഹോസ്പിറ്റലിലാണ്. അവിടെ ബെഞ്ചമിൻ ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആദ്യം പോയപ്പം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു മാഷ് പറഞ്ഞു തന്നിട്ട് ഞാൻ അവിടത്തേക്ക് പോയതാണ്. അവിടുന്ന് ആദ്യം പറഞ്ഞ് ഓപ്പറേഷനൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ശരിയാവും എന്ന് പറഞ്ഞതാണ്. പിന്നെ പോകെ എന്നോട് പറഞ്ഞു എന്തായാലും ഒരു ഓപ്പറേഷൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ തൊടേൻ്റെ 2 സൈഡ്, കാലിൻ്റെ സൈഡ് 2 അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തിരുന്നത്. പ്ലാസ്റ്റർ ഇട്ട് നടുക്കൊരു വടിയും അങ്ങനെ ഞാൻ 2 മാസം കടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നിനും പറ്റൂല ആ സമയത്ത്. മറ്റേ ബാത്റൂം പോക്കാൻ ഞാൻ കടന്നിടത്ത് തന്നെ ബാത്റൂം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിങ്ങനെ വെച്ച് പോകും. അങ്ങനെയാണ് 2 മാസം നടന്നിരുന്നത്. എന്നിട്ട് അത് പിന്നെ അയച്ച് മംഗലാപുരം കൊണ്ടുപോയി അയച്ച് പിന്നെ കുറേ കാലം പോവും വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ കാലം ചികിത്സയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായ ചികിത്സയാണ് നമ്മളെ ആലക്കോട്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തിൻ്റെ ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു ആളുണ്ട് വൈദ്യർ ആലക്കോടാണ്, ഇന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയി. ആലക്കോട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ആയുർവേദത്തിൻ്റെ പരിപാടിയാണ്. എണ്ണയിടുക, തടുക, കിഴി പിടിക്കുക, അങ്ങനത്തെ ചില പരിപാടികളാണ്. അവിടെ ഒരു 2 ആഴ്ച നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അറിയാത്ത ആൾക്കാരെല്ലാം അന്നേരം ചോദിച്ച കാര്യമാണ്, എവിടെയും ചികിത്സിച്ചിട്ടില്ലേ, മാറിയിട്ടില്ലേ, എവിടെയും നോക്കായിട്ടില്ല നിങ്ങളെന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ എവിടെയും നോക്കായിട്ടില്ല. മാക്സിമം എൻ്റെ വീട്ടുകാർ തന്നെ നോക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു എല്ലാവരും. പക്ഷേ എന്താ ചെയ്യാം, പിന്നീട് ചികിത്സ വേണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് ദൈവം നമുക്ക് തന്നൊരു കാരണം ഇതിങ്ങനെ ആക്കിയെങ്കിൽ മൂപ്പർക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിങ്ങനെ ആക്കിയില്ല, അല്ലെങ്കിൽ എൻ്റെ കാല് ശരിയാക്കാത്തതിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അതുകൊണ്ടാണ് മൂപ്പർ ഇങ്ങനെ ആക്കിയത്. അങ്ങനെ പോസിറ്റീവായിട്ട് കാണാനാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഇതുപോലുള്ള അവസ്ഥ ആർക്കും ഇനി ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അപ്പം ബൈ.